ഇവർ പോയത് എന്തിനാണ്? ഈ കടലാസും സംഗതിയും ഒന്നുമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് കയറിയവർ നുഴഞ്ഞു കയറിയവരല്ലേ. നമ്മുടെ ആൾക്കാരാണെങ്കിലും നുഴഞ്ഞു കയറ്റക്കാരാണ്. നമ്മൾ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും റോഹിംഗ്യ മുസ്ലിങ്ങളെയും ഇതുപോലെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ അടക്കം ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ലേ താമസിക്കുന്നത്. 27 എണ്ണം കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്ന് പിടിച്ചല്ലോ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെ. അവർക്ക് ഇവരുടെ CAA തിയറി അനുസരിച്ച് പൗരത്വം കൊടുത്തോ അതോ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയോ? ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ലാന്നായിരുന്നു പറഞ്ഞിരുന്നത് കേരളത്തിൽ. ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ലയെന്ന് പറഞ്ഞ് പുതിയ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെങ്ങാണ്ട്. യു ഹാവ് ടു ഹാവ് ദാറ്റ്. ഇത് അല്ലെ ചുമ്മാ ധർമ്മസ്ഥലം പോലെ ആൾക്കാർ അങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വീകരിച്ച് താമസിപ്പിക്കുകയാണ്. അമേരിക്ക ആ ഏർപ്പാടുണ്ടായിരുന്നു, അവരത് നിർത്തി. ലീഗലായിട്ട് വരുന്നവരെ മാത്രമേ ഞങ്ങൾ താമസിക്കുള്ളൂ, ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറി വന്നവർ. ഇവർ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കടക്കും. മെക്സിക്കോയിൽ വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട്, ബംഗ്ലാദേശി പാസ്പോർട്ട്, പാകിസ്ഥാൻ പാസ്പോർട്ട് ഒക്കെ കത്തിച്ചു കളയും. എന്നിട്ട് മതിൽ ചാടും. മെക്സിക്കോയിൽ നിന്നുള്ള മതിൽ ചാട്ടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെ. അപ്പുറത്ത് ചാടിയിട്ട് അമേരിക്കയിൽ ഇറങ്ങി നടക്കുക. അവിടെ ഇവിടെയും പോയിട്ട് വീട്ടു ജോലിക്ക് നിൽക്കി പല ജോലി. ഇപ്പം എന്നെ മെല്ലെ ഒരു ക്വാളിഫൈഡ് ഒക്കെയാണ്, മെല്ലെ അകത്ത് കയറുക. ഇങ്ങനെയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്താക്കുന്ന നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. അവർ ഒരു അന്തസ്സും അർഹിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വായുജ്യത്ത് നുഴഞ്ഞു കയറിയിട്ട് ഞാൻ വായുജ്യത്തിനെ സ്വീകരിക്കണോ? മാലയിട്ട് ഫ്രണ്ട് ഡോറിൽ നേരത്തെ കൂട്ടിയിട്ട് 3 മണിക്ക് കാണാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഫിക്സ്. അങ്ങനെയല്ലേ മാന്യന്മാർ വരുന്നത്. അല്ലാതെ പാതിരാത്രിക്ക് ഊടുപൊളിച്ച് അകത്ത് കയറിയിട്ട് ഞാൻ അതിഥിയാണെന്ന് പറയുന്നു. നിങ്ങളുടെ കുറേ പ്രാന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകം ഇതനുസരിച്ച് തുള്ളാനൊന്നും നിൽക്കുന്നില്ല.